ഇന്നുണ്ടല്ലോ ഇതിപ്പോൾ എന്താ കഥ എന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കണേ. അപ്പോൾ എന്താണെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ 2-3 റോബസ്റ്റ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതതിൻ്റെ അടുത്ത് വെച്ചേക്ക് നമുക്ക് നല്ലൊരു ബനാന കേക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് അബദ്ധമൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് അവൻ വാങ്ങിയിട്ട് നമുക്കിനി കുക്കിംഗ് കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്താനുണ്ടല്ലോ. അതിലൊരു പരീക്ഷണമാണെന്ന് കൂട്ടിക്കോളൂ ഇത്. പക്ഷേ സംഭവം സക്സസ് ആവാനായിട്ട് കുറച്ച് കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. അതും കൂടി ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ആദ്യം തന്നെ 2-3 റോബസ്റ്റ പഴം എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കട്ടെ കേട്ടോ. എൻ്റെ പഴം അവിടെയൊക്കെ പൊട്ടി പൊടിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ഒരു 3-4 പഴം വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആ 3 പഴത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ആക്കിയത്. പിന്നെ 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ചത് വേണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മെൽറ്റഡ് ബട്ടർ വേണം 1/3 കപ്പ്. പിന്നെ വനില എസൻസ് 1 ടീസ്പൂൺ. അതുപോലെ തന്നെ ഞാനിവിടെ ജാഗരി, അതായത് ശർക്കര പൊടിച്ചതുണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡർ, അതായത് കറുകപ്പട്ട പൊടിയില്ലേ, ഇതൊക്കെ കൂടി വിസ്ക് വെച്ചോ ടീസ്പൂൺ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ, അതുപോലെ 1 ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ മിൽക്ക് അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു യൂട്യൂബിൽ ഈ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി കണ്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതുവരെ ഞാൻ കറക്റ്റ് ഫോളോ ചെയ്ത് വന്നിട്ട് ഈ ഒരു ബേക്കിങ്ങിൻ്റെ ഇത് മാത്രം ഞാൻ എൻ്റെ ഒരു ഭയങ്കര അഹങ്കാരം കൊണ്ടായിരിക്കാം. കാരണം ഞാൻ ഒരു പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആയല്ലോ. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര പ്രോ ആണെന്ന് വെച്ചിട്ട് സാധാ കേക്ക് ഉണ്ടാക്കുന്ന ടൈം തന്നെ എടുത്തിട്ടാണ് ഇതും ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ ആയില്ല. ഒന്നാമത്തെ ഈ മോൾഡിൽ കൊള്ളാവുന്നതിലും കൂടുതൽ ബാറ്ററാണ് ഞാൻ ഒഴിച്ചു വെച്ചത്. പിന്നെ ആ ഒരു ഇതിലായിരുന്നില്ല ബേക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്തത് ഒരു 180 ഡിഗ്രിയിൽ വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ 170 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് വെച്ചു. ആയില്ല. പിന്നെ ഒരു 5 മിനിറ്റ്സ് കൂടി വെച്ചു. ആയില്ല. പിന്നെ ഒരു 10 മിനിറ്റ്സ് വെച്ചു. അപ്പോഴാണ് ഇതുപോലെ ആയി കിട്ടിയത് കേട്ടോ. ശരിക്കും ഇത് വേണ്ടിയിരുന്നത് 180 ഡിഗ്രിയിൽ 40 to 45 മിനിറ്റ്സ് വെച്ച് ഉണ്ടാക്കാനാണ്, അങ്ങ് ബേക്ക് ചെയ്യാനാണ് ആ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നത്. പക്ഷെ ഞാനത് ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ധാരണയിലാക്കിയതാണ്. എന്തായാലും ലാസ്റ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ആ മോൾ ഭാഗം കുറച്ച് ഹാർഡായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് കണ്ടിട്ട് കരിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അത് അങ്ങനെ കഴിക്കുമ്പോൾ കയ്പൊന്നുമില്ല കേട്ടോ. പിന്നെ മധുരവും ഇതൊക്കെ കറക്റ്റ് പാകമായിരുന്നു. ഈ ഒരു ഭാഗമൊക്കെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ മോൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം എടുത്തു. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിൽ അടച്ചല്ല ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ട് അതങ്ങനെ അടച്ച് ഞാൻ എടുത്തു വയ്ക്കുക ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഡേ കുട്ടികൾക്ക് ഈ ഒരു ഇതുണ്ടല്ലോ ഷോർട്ട് ബ്രേക്കിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് പാതിരാത്രി കുത്തിയിരുന്ന് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഭയങ്കരമായിട്ട് വെന്ത് ഇതായി പോയ ഭാഗം. അപ്പോൾ ഇത് ഹാർഡായിരുന്നു. നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഇത്തിരി ഹാർഡ്നെസ്സൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കയ്പൊന്നുമില്ല. അതിങ്ങനെ കടിച്ച് നമുക്ക് തിന്നാം കുറച്ച് ഭാഗമൊക്കെ ആയിട്ട്. ഇത്രയും കൂടി ഒന്ന് ചെത്തിക്കളഞ്ഞ് ഇത്ര കളയണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു പാഠം പഠിച്ചു. എല്ലാ കേക്കിനും ഒരേ ഇത് വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ആ വീഡിയോ കണ്ട് ശരിക്കും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആയാനെ. ആ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് ഫ്ലോപ്പായി പോയത്. പക്ഷേ സംഭവം നമുക്ക് ബനാന കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാൻ വെച്ചാൽ ഇതുപോലെ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.